ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഡാപ്പോലിൽ നിന്നും ടാക്സിങ് പോണ റൂട്ടിലാണുള്ളത്. ഇപ്പോൾ ഏകദേശം കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഈ ഒരു റൂട്ടിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി ഇതാണ് റൂട്ടിൻ്റെ അവസ്ഥ. റോഡ് ഭയങ്കര സീനാണ്. അതായത് നോക്കി ഇവിടെയൊക്കെ കട്ടിങ് ചെയ്തിട്ട് ഇവർ ഇത് കുറച്ച് റോഡിൻ്റെ വീതി ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്ന കേട്ടോ. ഇതൊക്കെ കണ്ടില്ല, ഇടിച്ച് പൊളിച്ചിട്ടേക്കാണ്. ഇനി ഇത് മൊത്തവും നിരപ്പാക്കിയിട്ട് വേണം ഇവർക്ക് റോഡ് പണി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഇത് മൊത്തം BROയുടെ അണ്ടറിലാണെങ്കിലും BRO കുറേ കമ്പനികൾക്ക് കോൺട്രാക്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് വേറൊരു കാരണം ഇവരെന്നോട് പറഞ്ഞായിരുന്നു. അതായത് ഇവിടെയുള്ള ആൾക്കാർ പണിയെടുക്കൽ ഭയങ്കര കുറവാണെന്നാണ് ഇവർ പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാർ വികസനം വലിയ രീതിയിൽ പ്രതീക്ഷിക്കണില്ല. കാരണം ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ പുറത്തേക്കൊന്നും അങ്ങനെ പോയിട്ടില്ല. അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് ഇതുള്ളത് കൊണ്ടാണ് ഇവർ ഭയങ്കര തടസ്സമായിട്ട് ഇരിക്കാനായിട്ട്. ഇവിടെ നെറ്റ്വർക്ക് ഇല്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ആ നെറ്റ്വർക്കിനുള്ള കാര്യങ്ങളെല്ലാം ഇതിനു മുമ്പ് ചെയ്തതാണ്. ടവർ വരെയും കിട്ടിയതാണ്, പക്ഷേ അതിനുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതും ഇവിടെയുള്ള ആൾക്കാർ കൊണ്ടാണെന്നാണ് പറഞ്ഞ് കേട്ടേക്കണേട്ടാ. പിന്നെ അതുപോലെയുള്ളത് കറണ്ടിൻ്റെയും കുറേ സീനൊക്കെ ഉണ്ട്. അതും എല്ലാം ഇവർ തന്നെയാണ്. ഇവർ ബില്ലൊന്നും നടക്കാറില്ല. അതിനുള്ള ഫെസിലിറ്റീസിന് വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും ഇവർ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഇവർക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് പൈസയും കാര്യങ്ങളും കിട്ടണം കേട്ടോ. അതുകൊണ്ടാണ് ഇവർ ജീവിച്ചു പോണ. ഈ കാര്യങ്ങളൊന്നും നടക്കണില്ല. പിന്നെ അതുപോലെ ഇവിടെ ചെറിയ കമ്പനികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും റെൻറ്റോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ലീസ് അങ്ങനെ എന്തോ സംഭവമുണ്ട്. അപ്പോൾ ആ ഒരു പൈസ ഇവർക്ക് കിട്ടും. പുറത്തുനിന്ന് ഒരാൾക്കും ഇവിടുന്ന് ലാൻഡ് മേടിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പൈസ വെച്ചാണ് ഇവർ ജീവിച്ചു പോണത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ വലിയ ഡെവലപ്മെൻ്റ് ഇല്ല. ശരിക്കും ഇതൊക്കെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റാവുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ ഒരുപാട് അടിപൊളി വില്ലേജുകളും ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെയുള്ള ആൾക്കാർ ഡെവലപ്പ് ചെയ്തെടുക്കണില്ല. ഇവിടുത്തെ ഗവൺമെൻറ്റും ഇതിന് മുന്നിട്ട് ഇറങ്ങണമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ പയ്യെ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് അവിടേക്കൊരു ഗ്രാമമുണ്ട് കേട്ടോ. നമ്മൾ പോണ റൂട്ടിലാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ പണിയൊക്കെ ഇനി എന്ന് കഴിയുമെന്ന് ഒരു പിടുത്തമില്ല കേട്ടോ. നമ്മൾ നേരെ ഇനിയിപ്പോൾ ഏകദേശം നാച്ചോ എന്ന് പറഞ്ഞ സ്ഥലം എത്തുമെന്ന് തോന്നണെന്ന്. പോണ റൂട്ടൊക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിതെല്ലാം ആസ്വദിച്ചാണ് പോണത്. ഇതൊക്കെ ഇവിടെ റോഡ് പണിയുന്ന ആൾക്കാരുടെ ഷെഡുകളാണ് കേട്ടോ. അപ്പോൾ അവർ താമസിക്കുന്നത് ഇവിടെ തന്നെയാണ്. വലിയ സൗകര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇവിടെ. എനിക്ക് തോന്നുന്നുണ്ട് ഇതിനൊക്കെ റെൻറ്റ് കൊടുക്കേണ്ടി വരും എന്നാണ് തോന്നണ. ഒരു പിടുത്തമില്ല, ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. പിന്നെ ഇത് ഇവരുടെ കമ്പനിയാണ് കൊടുക്കണേട്ടാ. ഇത് ഇവിടെയുള്ള ഈ റോഡ് പണി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് BRO ആണെങ്കിലും BRO പല കമ്പനികൾക്കും കോൺട്രാക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് പണിക്കാരെയൊന്നും അങ്ങനെ കിട്ടണമെന്ന് തോന്നട്ടാ. അപ്പോൾ അതുകൊണ്ടാണ് കോൺട്രാക്റ്റ് കൊടുത്തേക്കണത്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ ആസാമിലുള്ള ആൾക്കാർ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അവർക്കാണ് പണി കൊടുക്കുന്നത്. കാരണം ആസാമിലുള്ള ആൾക്കാർക്ക് പണി വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അവരിവിടെയുള്ള കമ്പനികളിൽ വന്നിട്ടാണ് ജോലി ചെയ്യുന്നത് കേട്ടോ. ഈ പണിക്കാരൊക്കെ വീട് കെട്ടിയേക്കുന്നത് ഇവിടുത്തെ ആ കമ്പനിയുടെ ഓണറല്ലേ, പുള്ളീൻ്റെ സ്ഥലത്ത് തന്നെ ആയിക്കോട്ടെ. അപ്പോൾ അത് കാരണം അവർക്ക് റെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ആ ഒരു കമ്പനിയൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളൊക്കെ വന്നത്. അല്ലെങ്കിൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് ഇലക്ട്രിസിറ്റിയൊക്കെ ഭയങ്കര പണിയായിരിക്കും. നല്ല ഇറക്കം കിട്ടിയേക്കണം. ഇപ്പോൾ ഒരു ചെറിയൊരു ഗ്രാമത്തി കേട്ടോ. ഇവിടത്തൊക്കെ വീടാണ്ടില്ലേ, ഫുള്ളിങ്ങനെ മുകളിൽ വെച്ചുണ്ടാക്കിയതാണ്. അടിപൊളി വീടാണ്ടാ. നല്ല കയറ്റം ഉണ്ടാട്ടാ. പണ്ടാരം തുടങ്ങി. പിന്നെ റോഡിൻ്റെ അവസ്ഥ നോക്കി ഇത് തന്നെയായിട്ട് അങ്ങോട്ടും. ഈ ഒരു ഗ്രാമത്തിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നെറ്റ്വർക്ക് ഇല്ല. നെറ്റ്വർക്ക് ഉണ്ട്, എയർടെല്ലുണ്ട്, പക്ഷെ വളരെ കുറവാണ് കേട്ടോ. മാപ്പും കിട്ടില്ല ഈ ഒരു ഏരിയയിലേക്ക്. നിങ്ങൾ മാപ്പ് എത്ര സെർച്ച് ചെയ്താലും ഈ റൂട്ട് മാപ്പ് കിട്ടില്ല കേട്ടോ. ഗൂഗിൾ മാപ്പിൽ വേറെ ഏതൊക്കെയോ മാപ്പിൽ കിട്ടുമായിരിക്കും, പക്ഷേ ഗൂഗിൾ മാപ്പിൽ കിട്ടില്ല. മേളിലൊക്കെ എന്തോ ഓഫീസ് എന്തോ ആണെന്ന് തോന്നുന്നുണ്ടോ. എന്നില്ല, എല്ലാ വീടും ഇങ്ങനെയാണ് മുള വെച്ച് വന്നിട്ട് മേലിൽ ഇതിലോട്ട് ഷീറ്റ് ഇടുക. കാരണം മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഇതാണെങ്കിൽ വെള്ളം കയറും. ഇതാവുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറില്ല കേട്ടോ. ഇവിടെയൊക്കെ സാധനങ്ങൾ എത്താനാണ് ഭയങ്കര പണി. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഇങ്ങനത്തെ വീട് പണിയാനേട്ടാ. അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. ചെറിയ തണുപ്പുണ്ടെങ്കിലേ ഭയ്യ. ഓക്കെ ഭയ്യ, ഇവിടുത്തെ ഗ്രാമത്തിലെ ആൾക്കാരാണ്ട. ഇവരവിടെ പണിയെടുക്കണേണ്. അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടാ. ഒരു രക്ഷയില്ല മക്കളെ. കഴിഞ്ഞ ദിവസം ഒരു നല്ല മഴ പെയ്തട്ടാ. ആ മഴയെ തുടർന്നാണ് റോഡിൻ്റെ അവസ്ഥ വീണ്ടും നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കാൻ തുടങ്ങിയത്. ഇനി നല്ല മഴ പെയ്ത് തന്നെ ഈ റോഡൊക്കെ സീനാട്ടാ. ഇപ്പോൾ വെയിലുള്ളതുകൊണ്ട് പിന്നെയും കുഴപ്പമില്ല. ഹായ്, टैक्सी जाएगा अभी नेपाल, भूटान, नेपाल भी जाएगा। नेपाल घूम के आया, फिर बाकी है, फिर भी जाने का प्लान है।
आपको तो काफी हम सोशल मीडिया में दिखता है। अच्छा, एक हाई करेगा। हेलो आपका नाम क्या है? मेरा नाम तारिक गारम है। सर ये गांव का नाम क्या है भैया? ये गांव का नाम बाकी है, सर्कल सीम में आता है। सर्कल सीएम सर्कल। अच्छा, सीएम टू दफोरी कि यहाँ से नाचे जाएगा। उसके बाद आपको 27 किलोमीटर आपको यात्रा करना पड़ेगा। 27 रास्ता खराब है ना पूरा? यहाँ से फिलहाल कुछ ही किलोमीटर, 5 किलोमीटर का बाद आपको अच्छा रास्ता मिलेगा ना? अच्छा, आपको नाचो से आपको फिर संघर्ष करना क्या रहा? नहीं, बिक्री नहीं है दीदी, ये घूमने के लिए आया। अब तकसीम जाने के लिए कुछ दिन संघर्ष करना पड़ेगा। अच्छा, तकसीम में अभी बर्फ मिलेगा ना? बर्फ तो मिल जाएगा लेकिन बहुत दूर है। क्या आप अरे साइकिल लोकल हुआ? हाँ, साइकिल में टूर के लिए आया, घूमने के लिए आया। बहुत अच्छा टूरिस्ट प्लेस है तकसीम। हमारा यहाँ इंडिया का लास्ट बॉर्डर। लास्ट बॉर्डर, हाँ। तकसीम लास्ट विलेज भी है ना? आपको वहाँ बॉर्डर जाने के लिए आपको परमिट होने से। अच्छा, परमिट चाहिए वहाँ में? अच्छा। तकसीम तक तो पहुँच सकता है। हाँ, पहुँच सकता है। तकसीम से गोरा कैंप बोल के एक छोटा कैंप मिल जाएगा। गोरा ये अच्छा। माजा गोरा क्या? माजा तो इधर साइड अलग अलग है ना। अच्छा। अलग अलग है। आपको दो ये एक साइड में आपको ये ग्लोमो जाएगा। माजा ग्लोमो माजा और लेफ्ट साइड से जाएगा, सीधा जाएगा आपको तकसीम मिलेगा। थोड़ा वहाँ से ब्रिज पॉइंट से थोड़ा ऊपर जाएगा आपको TCC बोल कर मिलेगा। तमाचुक जो साइकिल चलाओ क्या वो पैसा मिलेगा वरना? हाँ, बहुत पैसा मिलेगा। नहीं कैसे मिलेगा भाई? टूर के लिए आएगा। अरे आप बाइक से आना है ना? नहीं, बाइक से जाने के लिए खर्चा बहुत आएगा ना। साइकिल से आपको हाँ, टूर के लिए आया। थैंक यू आपका। ഓക്കെ ടീക്ക് ഭയ്യ ടീക്ക് എല്ലാവർക്കും സൈക്കിളാണ് ഇപ്പോൾ കൗതുകണ്ട. കാരണം ഇവരൊട്ടും പ്രതീക്ഷിക്കാനുള്ള ഇതേപോലെ ആൾക്കാർ ഇവൻ്റെ നാട്ടിൽ കറങ്ങാൻ വരുമെന്ന്. അപ്പോൾ അതാണ് കണ്ടില്ലേ, എല്ലാവരും നമ്മളെ നോക്കാണ്ടില്ലേ. ഹായ് ഭയ്യ, കേരള अभी टैक्सी जाएगा। कहाँ से आ रहा है? केरला। साइकिल से? झूठ नहीं है? नहीं, मैं अभी 18 महीना है। अरे 18 महीना तकसंग से आदमी का तकसंग केरला नहीं क्या? झूठ नहीं है? नहीं, अकेला। परमिट तो आएगा ना, ये लोग कैसे की केरला टू ऑल इंडिया, नेपाल, भूटान। हाँ, केरला से साइकिल से है. ഇവിടെയുള്ള ആൾക്കാർക്ക് വല്ലാത്തൊരു കൗതുകമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. സത്യം പറഞ്ഞാൽ ഇവർ ഇതേപോലെയുള്ള ആൾക്കാർ ഇങ്ങനെ വരല് കാണല് വളരെ കുറവാണ് കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട് ഇവർക്ക് അത് കാണുമ്പോഴും. പിന്നെ ഇവിടെയുള്ള ആൾക്കാർ കൂടുതൽ വിചാരിച്ചിരിക്കണം നമ്മൾ ഗവൺമെൻറ് ജോബായിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കെയർ ഓഫിൽ എന്തെങ്കിലും വന്നതെന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നീട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത്. കാരണം ഇവരങ്ങനെ അധികം കണ്ടിട്ടില്ല. പുറത്തധികം ആൾക്കാരൊക്കെ ആയിട്ട് ഒരുപാട് ടച്ചൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ ഇവർക്ക് ഇത് കാണുമ്പോൾ അല്ലാത്തൊരു അത്ഭുതമാണ്, ഭയങ്കര കൗതുകമാണ്. പിന്നീട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് ഇവർക്ക് കാര്യം മനസ്സിലാവുള്ളൂ കേട്ടോ. പക്ഷേ സന്തോഷമാണ് കേട്ടോ ഇവർക്ക്. അതുപോലെ തന്നെ അപ്പോൾ അത്യാവശ്യം നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇടയ്ക്ക് ഇറക്കവും വരാറുണ്ട്, ഇടയ്ക്ക് നല്ല കയറ്റവും വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മൊത്തം കയറ്റൊരിക്കും. അവിടെ കണ്ടില്ലേ, അവിടേക്ക് റോഡ് ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുന്നുണ്ട്, വീതി കൂട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് മാത്രമേ റോഡ് പണി സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ഒരുപാട് ടൈം എടുക്കും. ഹായ് ഭയ്യ, ഇടിച്ചു കൊല്ല. आपका अभी यहाँ में काम है? यहाँ पे है काम। अच्छा, ये क्या करते हो यहाँ में? ये पत्थर होगा साइड का, साइड का ना? तो अभी बीसी करेगा ना, वो जीएसपी डालेगा ना, हाँ। ये साइड में हाइट देना जो वो लेवल करना। अच्छा। अच्छा, आपका नाम क्या है भैया? सुनील। कहाँ से? असम। कहाँ पे? लमडिंग में। अच्छा भैया मिलता है। ओके भैया, ठीक है। ओके ठीक है भाई, ओके ठीक है भैया। हाँ, यूट्यूब है मेरा। ओके बाय। मिल जाएगा, इधर नेटवर्क अच्छा मिलता है या ये मेरा जगह में। बाकी आगे तो नहीं मिलेगा। नहीं मिलेगा, ये नहीं मिलेगा।
लेकिन यहाँ में प्रॉपर मिल जाएगा। अच्छा आगे नाचो में मिलेगा नेटवर्क, नाचो में नहीं मिलेगा, एयरटेल नहीं मिलेगा। एयरटेल टावर दिखाएगा हाँ, लेकिन बात नहीं होगा। नेट काम नहीं करेगा। कम नहीं करेगा। फुल टावर रहेगा हाँ, लेकिन वो उसका आगे में मिल जाएगा। अच्छा देखा റോഡ് ടാസ്ക്കാണ് മക്കളെ. റോഡിന്റെ അവസ്ഥ ചിലയിടത്ത് നല്ല റോഡ് തന്നെ ഉണ്ട്, ചിലയിടത്ത് റോഡിന്റെ അവസ്ഥ ഇതാണ് കേട്ടാ. പിന്നെ പോണ വഴിക്കൊക്കെ ഇതേപോലെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഇങ്ങനെ വന്നിട്ട് കണ്ടില്ലേ, കല്ലൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നതാണ് കേട്ടാ. ടാസ്ക്കാണ് കണ്ടില്ലേ, ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഉണ്ട് കേട്ടോ നമ്മള് പോണ റൂട്ടിലൊക്കെ. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് നമ്മൾ ഇത് കണ്ടൊക്കെ യാത്ര ചെയ്ത് പോകുമ്പോ. പിന്നെ അതുപോലെ നല്ല തണുപ്പുണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിൽ. റോഡ് ഒരു രക്ഷയിലാട്ടോ, അമ്മാതിരി സീൻ റോഡാട്ടോ. നമ്മളിപ്പോൾ വന്നേക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ചെറിയൊരു വീഡിയോ എടുത്തായിരുന്നു, അത് ഞാൻ ലാൻഡ്സ്കേപ്പിലല്ലാട്ട് എടുത്താ. കാരണം വന്ന വഴി ചെറിയൊരു ഇതായിരുന്നു കേട്ടോ, ഇടുങ്ങിയ വഴിയായിരുന്നു. BROയുടെ വണ്ടിയും ITBPയുടെ ഒക്കെ വണ്ടിയൊക്കെ വന്നിട്ട് നമ്മളെ നിരങ്ങിയ അവസ്ഥയായി പോയിട്ടാ. നോക്കിയേ, ഇതാണ് കേട്ടോ റൂട്ട്. സീനാണ്. ഇനിയും അങ്ങോട്ട് ഇത് തന്നെയാണ് അവസ്ഥ. ഒരു പിടുത്തമില്ല, എങ്ങനെയായാലും നമ്മള് ടാക്സിങ് എത്തോട്ടാ ഇൻഷാല്ലാ. ഒരു കണക്കിനാട്ടാ അടി വരെ എത്തിച്ചത്. ഇനി നമുക്ക് കുറച്ച് ഇറങ്ങാനും ഉണ്ട് കയറാനും ഉണ്ട് കേട്ടോ. ഇനി കയറ്റമാണ്, ഇത് കഴിഞ്ഞ് അത്യാവശ്യം നല്ല രീതിയിൽ കയറ്റമുണ്ട്. പോണ വഴി ഇതിനേക്കാളും ചെറുതാണ്, ഒരു വണ്ടി കഷ്ടിച്ച് പോകാനുള്ള റൂട്ടാണെന്നാണ് പറഞ്ഞു കേട്ടേട്ടാ. അപ്പോൾ ഒരു പിടുത്തമില്ല. ഇവിടെയൊന്നും വീട് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. വീട് കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും വില്ലേജ് കിട്ടണമെങ്കിൽ ഒരുപാട് ദൂരം നമ്മൾ പോയാൽ മാത്രമേ കിട്ടുള്ളൂ. ഇത് അങ്ങനത്തെ ഒരു റൂട്ടാണ്. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു റൂട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഭയങ്കര അഡ്വഞ്ചറാണ്. നിങ്ങൾ അഡ്വഞ്ചർ ഇഷ്ടപ്പെട്ട് വന്ന ഒരാളാണെങ്കിൽ റൂട്ട് സെറ്റാണ് കേട്ടോ. അതെൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയണ്ട. അതും ഞാൻ എൻ്റെ സൈക്കിളിലാണ് ഈ ഒരു അഡ്വഞ്ചർ ചെയ്യണത്. നിങ്ങൾ ആലോചിക്കണം, ഞാൻ അഡ്വഞ്ചർ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അഡ്വഞ്ചർ ഇഷ്ടമാണ്, പക്ഷേ ഞാൻ ആദ്യമായിട്ടൊക്കെ ഉണ്ട് ഈ ഒരു യാത്രയിൽ, അല്ലെങ്കിൽ നമ്മുടെ സൈക്കിൾ യാത്രയിലാണ് അഡ്വഞ്ചർ നമ്മൾ ചെയ്തു തുടങ്ങി കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യണ അത്രയും വലിയ അഡ്വഞ്ചർ ഒന്നും അല്ല, ഇത് കുഞ്ഞ അഡ്വഞ്ചറാണ്. എന്നാൽ കഴിയാവുന്ന രീതിയിൽ ഞാനത് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഈ റൂട്ട് മസ്റ്റാണ് കേട്ടോ. ഇവിടെ റോഡിൻ്റെ പണി നടന്നിട്ടിരിക്കുന്നുണ്ട്, അതായത് ഈ ഒരു ഭാഗമൊക്കെ ക്ലിയർ ചെയ്തിട്ടിരിക്കുന്നുണ്ട്. ഇനിയും വീതി കൂട്ടും കേട്ടോ. അതുപോലെ അവിടേക്കൊരു ഗ്രാമമുണ്ട് കേട്ടോ, ആ ഒരു മലമേലിൽ. എന്താണല്ലേ, അവിടെയൊക്കെ റൂട്ട് ഉണ്ടാവും കേട്ടോ, അല്ലാണ്ട് ഇങ്ങനെ ഗ്രാമങ്ങൾ വരാനാ. പക്ഷേ ഇവിടുന്ന് എന്തോ ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവർക്കൊക്കെ സാധനങ്ങളൊക്കെ വരലെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമായിട്ടാ. ഉള്ള ആൾക്കാർ പൊതുവേ പുറം ലോകമായിട്ട് വളരെ ബന്ധം കുറവാണ്. കാരണം കൂടി വന്നാൽ ഇവർ ഡാപ്പുറിജ് വരെ പോകലും വളരെ ചുരുക്കമാണ്. ഇവർ കാട്ടിൽ നിന്നും കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് ഇവർ ജീവിച്ചുകൊണ്ടത്. അതുപോലെ തന്നെ ഇവർക്ക് ചെറിയ ചെറിയ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഇവർക്ക് എന്തോ ചെറിയ രീതിയിൽ സപ്പോർട്ടൊക്കെ കൊടുക്കൂട്ടാ. ഇവിടെ നെറ്റ്വർക്ക് വളരെ കുറവാണ്. നെറ്റ്വർക്ക് ഇപ്പോഴാണ് വന്നത്, കുറച്ചാൾ മുമ്പൊന്നും നെറ്റ്വർക്ക് ഇല്ലെന്നാണ് കേട്ടത്. പിന്നെ വീട് പണിയാനൊക്കെ ഇവർക്ക് എന്തോ അത്യാവശ്യം നല്ല രീതിയിൽ ഫണ്ട് കാര്യങ്ങൾ കിട്ടും. പിന്നെ അല്ലാണ്ട് ഇവർക്ക് സാധനങ്ങളൊക്കെ വന്നെങ്കിൽ ഡാപ്പുറിജോന്ന് ഇവിടെ നിന്ന് വരെ ഏകദേശം 100-something കിലോമീറ്റർ ഉണ്ട് കേട്ടോ. റോഡിൻ്റെ കണ്ടീഷൻ ആണെങ്കിൽ വളരെ മോശം. ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ സുമോ സർവീസ് മാത്രമേ ഉള്ളൂ. പിന്നെ 2 ദിവസം കൂടുമ്പോൾ ഒരു അരുണാചലിൻ്റെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ് വരലും പോലുണ്ടെന്നാണ് ഞാൻ ഒരെണ്ണം കണ്ടായിരുന്നു കേട്ടോ. അത് 2 ദിവസം കൂടുമ്പോഴാണെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ അത് ഏകദേശം 100 രൂപ 50 രൂപ 100 രൂപയുടെ ആ ഒരു ബഡ്ജറ്റ് വരുള്ളൂ. പക്ഷേ സുമോക്കാണ് ഇവർക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ 300-ന് മേലെ പൈസ കൊടുക്കണം കേട്ടോ. 300, 400, ചിലപ്പോൾ 500 ആയിരിക്കാം, അല്ലെങ്കിൽ അതിൽ കൂടുതലായിരിക്കാം കേട്ടോ. ഓരോ കിലോമീറ്റർ അനുസരിച്ച് റേറ്റ് കൂടുകയും കുറയുകയും ചെയ്യുമല്ലോ. അപ്പോൾ അതേപോലെയൊക്കെയാണ്. അപ്പോൾ ഇവിടെ ആൾക്കാരെയൊക്കെ വളരെ ചുരുക്കമാണ് കേട്ടോ കാണുന്നത്. കൂടുതലും ഇവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ടായിരിക്കാം. പിന്നെ അങ്ങോട്ടേക്ക് പോകാൻ എനിക്ക് വന്നിട്ട് ഇവിടെ എന്തോ ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ആരെയും കാണണമില്ല. പിന്നെ അതുപോലെ തന്നെ ഇവരൊക്കെ കൂടുതലും കാടിൻ്റെ ഉള്ളിലായിരിക്കും ഇവൻ്റെ കൃഷിയും കാര്യങ്ങളും കേട്ടോ. അപ്പോൾ ആ കൃഷിപ്പാടത്തായിരിക്കും ഇപ്പോൾ ഉള്ളത്. ഇതാണ് സുബൻസരി റിവർ കേട്ടോ. ഇതിൻ്റെ നല്ല രീതിയിൽ കലങ്ങി കിടക്കുന്നത്. കാരണം ഇവിടെയൊക്കെ പണി നടക്കണോണ്ടേ, റോഡിൻ്റെ പണി നടക്കണോണ്ടാണ് ഈ വെള്ളത്തിന് കളർ വ്യത്യാസം വന്നത്. ഇപ്പോൾ നല്ല രീതിയിലാണ് കലങ്ങിയിരിക്കുന്നത്. ഇത് വണ്ടികളൊക്കെ പോകേണ്ട അത്യാവശ്യം ഡൽഹി രജിസ്ട്രേഷൻ വണ്ടിയാണല്ലോ. ओके ठीक है, थैंक यू भैया, हाय। आप लोग यहाँ का है ना? अच्छा, अभी कहाँ जाएगा? अपना वापस अपना कैंप जाएंगे। कैंप जाएगा, अच्छा। आज आप कल स्टे हुआ था। अच्छा, वो आपका कैंप है। अच्छा, अब लोग ये रोड का काम किया था ना। अच्छा, ठीक है भैया, मिलता है आने के टाइम। ओके, താങ്ക് യു ഭയ്യ. അപ്പം ഇവരുടെ ക്യാമ്പിലാണ് നമ്മൾ നിന്നേച്ചേട്ടാ. നല്ല അടിപൊളി ആൾക്കാരാണ് കേട്ടോ. ഇവർ ആസാമിലുള്ള ആൾക്കാരും ഉണ്ട്, പിന്നെ വെസ്റ്റ് ബംഗാളിലുള്ള ആൾക്കാരും ഉണ്ട്, പിന്നെ എവിടെയാണ്, പിന്നെ ഇവിടെയുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ കുറേ പേരൊക്കെ. നമ്മൾ ഈ ഒരു സ്ഥലത്തിനെയൊക്കെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് സ്റ്റോറികളുണ്ട് കേട്ടോ.
നമ്മൾ ഇങ്ങനെ വന്നോയ്ക്ക് ഇവിടെ ഒരു ടണൽ കണ്ടട്ടാ. ഇതിൻ്റെ പണി നടന്നിട്ടിരിക്കണേ ഉള്ളൂ, ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടാ. മിക്കവാറും ഇത് കംപ്ലീറ്റ് ആകുമ്പോൾ ഇത് റോഡ് മൊത്തം ടാർ ചെയ്ത് ഒറ്റ ഇതിലങ്ങാ പോകുന്നു തോന്നിട്ടാ. ഇപ്പോൾ ആരെയും കാണാനല്ല, പണിക്കാരെയൊന്നും കണ്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടാവും. ഇപ്പോൾ വെയിലുണ്ട് ചെറിയ രീതിയിൽ, എന്നാലും തണുപ്പും ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു, ഭയങ്കര ചൂടെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കണ്ണട വെച്ച് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടാ, മറ്റേ കണ്ണീച്ചയില്ലേ ആ സാധനം, ഒരുപാട് ഒരു കണ്ണിലൊക്കെ 3-4 പോയി, ഭയങ്കര നീറ്റൽ. അപ്പോൾ അതുകൊണ്ടാണ് കണ്ണട വെച്ചേക്കണ. ഒരു പ്രൊട്ടക്ഷനും കൂടെ ഉണ്ടാ, നമ്മൾ സ്റ്റൈലിന് വേണ്ടി മാത്രമല്ല ഒരു പ്രൊട്ടക്ഷനും കൂടെയാണ് കണ്ണട. അങ്ങനെ നമ്മൾ നാച്ചോ എത്തി കേട്ടാ, ഉണ്ടല്ലേ നാച്ചോ എന്ന് പറഞ്ഞ സ്ഥലം എത്തി. ഇനി കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം വീടും കടകളും കാര്യങ്ങളും എല്ലാം കിട്ടും കേട്ടോ. ഭയങ്കര പണിയായി പോയിട്ടാ. ഭരിച്ചിരിക്കണേണ്, നല്ല കയറ്റവും ഓഫ് റോഡും. പക്ഷേ അഡ്വഞ്ചറാണ്, ഭയങ്കര അഡ്വഞ്ചറാണ്. അങ്ങോട്ടൊക്കെ എന്തോ വഴിയൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ കൂടി വണ്ടികളൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ തങ്ങാനുള്ള സ്ഥലം നോക്കണം. ഇപ്പോൾ ഏകദേശം 5 മണിയായിട്ടാ.